ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതായത് ഒരു ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ 3 രീതിയിൽ കണ്ടുപിടിക്കാം. 3 ടൈപ്പ് ഓഫ് റൂട്ട്സ് ഓക്സിലറി ഇക്വേഷൻ എഴുതി അതിനനുസരിച്ച് നമ്മൾ റൂട്ട്സ് എഴുതും. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കാം. ഇനി നമ്മൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. അതായത് നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടേം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഹോമോജീനിയസ് എന്ന് പറയാം. റൈറ്റ് സൈഡിൽ എന്ത് ടേം വേണമെങ്കിലും വരാം, ഈ എക്സിൻ്റെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും റൈറ്റ് സൈഡിൽ വരാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഏതാണോ ഫംഗ്ഷൻ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, പല മെത്തേഡുകളുണ്ട് നമുക്ക്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് സൊല്യൂഷൻ എഴുതേണ്ടത്, ഇതിന് നിങ്ങൾക്കറിയാം റൈറ്റ് സൈഡ് 0 അല്ല. അപ്പോൾ 0 ആയിരുന്നെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ അല്ലെങ്കിൽ YH എന്ന് പറയും. YH കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൊല്യൂഷനാണ്, അതിനെ നമ്മൾ YP എന്ന് വിളിക്കും, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത് ഈ ഇക്വേഷൻ്റെ മൊത്തത്തിലുള്ള സൊല്യൂഷൻ Y = YH + YP ആണ്. ഇനി YH എങ്ങനെ കണ്ടുപിടിക്കാം? ടു ഫൈൻഡ് YH കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. അതായത് നമ്മൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്? Y2' നമ്മൾ λ² കൊടുക്കുന്നു, Y' λ കൊടുക്കുന്നു, Yക്ക് 1 കൊടുക്കുന്നു, =0 എന്നിടണം. അപ്പോഴാണ് അത് ഓക്സിലറി ഇക്വേഷൻ ആവും. =5e3x എന്ന് എഴുതാൻ പാടില്ല. നമുക്ക് റൈറ്റ് സൈഡ് 0 എന്ന് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഇനി നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് λ - 1 × λ - 2 ആണ് നമ്മുടെ റൂട്ട്സ് ആയിട്ട് വരിക. അതായത് λ = 2ഉം 1ഉമാണ് നമ്മുടെ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഇനി ഈ റൂട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ കിട്ടിയിരിക്കുന്ന റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? അല്ലെങ്കിൽ ഇവിടെ YH ആണ്, ഇതിനെ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് വിളിക്കും. YH എന്ന് പറഞ്ഞാൽ C1 e⁻1x + C2 e⁻2x. അതായത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് λ1 C1 e⁻1 is 2x + C2 e⁻2 is 1x എന്ന് പറഞ്ഞാൽ x. അപ്പോൾ നമ്മൾ YHൻ്റെ പാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനിലും അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസിൻ്റെ പ്രോബ്ലത്തിലാണെങ്കിലും വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ് YH. അപ്പോൾ നമുക്ക് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാർക്സ് വരെ ഇത് കണ്ടുപിടിക്കുന്നതിനായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും വൃത്തിയായിട്ട് എങ്ങനെയാണ് എല്ലാ ടൈപ്പ് റൂട്ട്സിലും എഴുതുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത നമുക്ക് YP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടു ഫൈൻഡ് YP. അപ്പോൾ ഇവിടെ നമുക്ക് YP കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വി വിൽ അസ്യൂം എ YP. നമ്മളൊരു YP അസ്യൂം ചെയ്യുകയാണ്. എന്താണ് YP അസ്യൂം ചെയ്യേണ്ടത്? ഇവിടുത്തെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. ഇവിടുത്തെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന് നമുക്ക് φ(x) എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ 5e3x എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതുന്ന YP ഇവിടെ 5 ആണോ 6 ആണോ അല്ലെങ്കിൽ ഇവിടെ നമ്പർ ഇല്ല, വെറും e3x ആണോ, എന്തായാലും ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് e⁻a നമ്പർ ഇൻറ്റു എക്സ് e⁻ax ഫോം ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട YP എന്ന് പറയുന്നത് സം k ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക, ഇവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെ എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ സം 3e⁴x എന്ന് വന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് k e⁴x എന്നായിരിക്കും. നമ്മൾ എടുക്കേണ്ടത് k e⁴x എന്നായിരിക്കും. അതായത് ഇനി നമുക്ക് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ വെറും e⁻−x എന്നാണെന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് k × e⁻−x എന്നാണ്. അതായത് k എന്തായാലും എഴുതണം. അതിൻ്റെ ഒപ്പം റൈറ്റ് സൈഡിൽ ഈ 5 എഴുതാൻ പാടില്ല. നമുക്ക് 5 6 എന്താണോ റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മളതിന് പകരം k ഇടുക. കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റൈറ്റ് സൈഡിൽ നമ്മൾ അതിന് പകരം k എന്നിടുന്നു. പിന്നെ അവിടെ വന്നിരിക്കുന്ന ടേം e⁻3x ആണെങ്കിൽ e⁻3x, e⁻4x ആണ് e⁻4x എന്നിങ്ങനെ എഴുതാം.
ഇനി ഇവിടെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ ഈ 5 × e⁻x എന്നായിരുന്നു എന്ന് ഓർക്കുക. അതായത് e⁻x എന്ന് പറയുമ്പോൾ ഈ e⁻x ഓൾറെഡി നമ്മുടെ YHനകത്തുണ്ട് അല്ലേ? ആ e⁻x YHൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ, ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കേസിൻ്റെ കൂടെ ഒപ്പം പറയുന്നതാണ്, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് k × e⁻x എന്നല്ല, k × x e⁻x എന്നാണ്. അതായത് നമ്മൾ ഈ e⁻x നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷനിൽ വരുന്ന e⁻ax നമ്മുടെ ഹോമോജിനസ് ഇക്വേഷനിൽ ഉള്ള ടേം ആണെങ്കിൽ നമ്മൾ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം YP ചൂസ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ്, സപ്പോസ് നമ്മുടെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ φ(x) എന്ന് പറയുന്നത് സം 4 × e⁻2x എന്നായിരുന്നു വിചാരിക്കുക. ഈ കേസിലും അതുതന്നെയാണ്. ഇവിടെ e⁻2x നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, e⁻2x അവിടെ ഹോമോജീനിയസ് ഫംഗ്ഷനിലുണ്ട്. അപ്പോൾ ആ കേസിലും നമ്മൾ YP ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് k × e⁻2x എന്ന് എടുക്കാൻ പാടില്ല. ആ കേസിലും നമ്മൾ YP എടുക്കുമ്പോൾ kനെ നമുക്കൊരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് 4kx e⁻2x എന്നെടുക്കണം. അപ്പോൾ ഈ ഒരു കേസ് ഞാൻ അഡീഷണലായിട്ട് പറയാൻ കാര്യം, നമ്മൾ YP ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് നോക്കണം, നമുക്ക് ചൂസ് ചെയ്യാനുള്ള e⁻x നമ്മൾ എഴുതുന്ന ഈ e⁻3x ആണെങ്കിൽ അത് നമ്മുടെ YHൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. YHൽ ഇവിടെ 3x ഇല്ലാത്തത് കൊണ്ട്, e⁻3x ഇല്ലാത്തത് കൊണ്ട് നമുക്ക് k × e⁻3x എന്ന് എഴുതിയാൽ മതി. അതേസമയം ഇവിടെ നമുക്ക് 5 × e⁻3x ആണല്ലോ റൈറ്റ് സൈഡിൽ വന്നത്. ഇനി അത് e⁻2xോ e⁻xോ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന YPനെ നമ്മൾ ചൂസ് ചെയ്യുന്ന YPനെ നമ്മളൊരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഈ കേസിലേക്ക് വരാം. ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് 5 × e⁻3x ആണ്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന YP എന്താണ്? k × e⁻3x. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇക്വേഷൻ എന്താണ്? y2 - 3y' + 2y = 5 × e⁻3x. ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾക്ക് yക്ക് പകരം YP എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, YP എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് YP" 3YP' + 2YP = 5 × e⁻3x. ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത YP എന്താണ്? അപ്പോൾ ഇക്വേഷൻ നമുക്ക് 1 എന്ന് പേര് കൊടുക്കാം. ഇനി നമ്മൾ ചൂസ് ചെയ്ത YP എന്തായിരുന്നു? k × e⁻3x. ഇനി നമുക്ക് YP' YP" വേണം. അപ്പോൾ YP' എന്ന് പറഞ്ഞാൽ YPയുടെ ഡെറിവേറ്റീവ് k × e⁻3xൻ്റെ ഡെറിവേറ്റീവ് 3 × e⁻3x. ഇനി YP" കണ്ടുപിടിക്കുക. അതായത് YP' ഡെറിവേറ്റീവ് വീണ്ടും കണ്ടുപിടിക്കുക. അതായത് 3k × വീണ്ടും e⁻3xൻ്റെ ഡെറിവേറ്റീവ് 3e⁻3x, അതായത് 9k e⁻3x. അപ്പോൾ ഈ കേസിൽ നമുക്ക് YP, YP' YP" എഴുതി. ഇനി ഇത് മൂന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ YP" ഈസ് 9k e⁻3x. YP' ഈസ് 3 × YP' എന്ന് പറഞ്ഞാൽ 3k ആണല്ലേ, 3k e⁻3x. ഓക്കെ, ഇനി 2YP + 2 × YP ഈസ് k e⁻3x = റൈറ്റ് സൈഡ് എന്താണോ അത് തന്നെ എഴുതുക, 5 e⁻3x. ഇപ്പോൾ ഇക്വേഷൻ 1ലാണ് നമ്മൾ ഹോളായിട്ട് YP" YP' അതേപോലെ തന്നെ YPയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. 9k e⁻3x - 9k e⁻3x + 2k e⁻3x = 5 e⁻3x. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. 2k e⁻3x = 5 e⁻3x. e⁻3x ക്യാൻസലായി. അതായത് നമുക്ക് കിട്ടുന്നത് 2k = 5. അതിൽ നിന്ന് നമുക്ക് kയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. k = 5/2. k ആഫ്റ്റർ ഗെറ്റിംഗ് k, അപ്പോൾ നമുക്ക് YP ചൂസ് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ k കണ്ടുപിടിച്ചു, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് k കണ്ടുപിടിച്ചു. ഇനി നമ്മൾ വീണ്ടും YP എടുത്ത് എഴുതാം. നമുക്ക് k കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ YP എന്ന് പറയുന്നത് k × e⁻3x ആയിരുന്നു. അപ്പോൾ kയ്ക്ക് പകരം നമ്മൾ 5/2 × e⁻3x എന്ന് എഴുതുന്നു.
അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ ഒന്നും കൂടെ എടുത്തെഴുതുക. y = YH + YP. YH എന്ന് പറയുന്നത് എന്തായിരുന്നു? YH C1e⁻²x + C2e⁻²x. അപ്പോൾ C1 + C1 നമ്മുടെ YH + YP ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. So we have YH + YP. That is y = YH C1e⁻²x + C2e⁻²x plus നമ്മുടെ YP is 5/2e⁻3x. ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് സൈഡിൽ. അതിന് നമ്മൾ ജനറലായിട്ട് പറയുക, റൈറ്റ് സൈഡിൽ ഫങ്ഷൻ ജനറലായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക: ഇഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് of the given equation is of the form sum k into e⁻ax അല്ലെങ്കിൽ sum a into e⁻ax, we will choose the yp as k into e⁻ax. If e⁻ax is not in the homogeneous solution YH, and it's is equal to k into x e⁻ax if e⁻ax is present in YH. അപ്പോൾ ഇത് ജനറലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ YP ചൂസ് ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ YHൻ്റെ പാർട്ട് കണ്ടുപിടിക്കുക, YP കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതിയിലധികം നമുക്ക് കിട്ടും. പിന്നീടാണ് നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.